السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമെന്ന പ്രത്യേകതയുള്ള സൂറത്തുൽ കൗസറാണ് നാം ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. ഇത് 108-ാം അധ്യായമാണ്. അതോടുകൂടി മക്കിയാണ്, മദനിയാണെന്നും അഭിപ്രായമുണ്ട്. ഈ സൂറത്തിന് വെറും 3 ആയത്തുകളാണുള്ളത്. മലബാറി ശൈലിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വരിയിലാണ് ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ കാണുന്ന ശൈലിയിലും മലബാറി ലിപിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വരിയാണ് ഈ സൂറത്തിലൂടെ കാണുന്നത്. ഈ ഇത്രയും ചെറിയൊരു സൂറത്ത് ഇറക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വലിയൊരു വെല്ലുവിളി നടത്തുകയാണ്. കാരണം അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന വലിയ സാഹിത്യ സാമ്രാട്ടുകൾ, വലിയ വലിയ കവിതകൾ എഴുതുന്ന വലിയ സാഹിത്യകാരന്മാർ, അവരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സൂറത്തിനോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു സൂറത്ത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ നിങ്ങൾ ഇത്രയും ചെറിയൊരു സൂറത്തിനോട് ബദൽ വെക്കാൻ പറ്റുന്ന ഒരു സൂറത്ത് കൊണ്ടുപോവാ എന്ന ഒരു വലിയൊരു വെല്ലുവിളിയാണ് മക്ക മുശ്രിക്കുകളുടെ മുന്നിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിലൂടെ ഇട്ടു കൊടുക്കുന്നത്. നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അത്വൈനാക്കൽ കൗസർ. നബിയെ, അങ്ങേക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. ആയതിനാൽ അങ്ങ് റബ്ബിനു വേണ്ടി നമസ്കരിക്കുകയും റബ്ബിനു വേണ്ടി ബലിയർക്കുകയും ചെയ്യുക. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നിശ്ചയമായും അങ്ങയോട് വിദ്വേഷം വെച്ച് പുലർത്തിയവർ ആരാണോ അവരാണ് വാലില്ലാത്തവർ, അവരാണ് തുലന്നവർ, അവരാണ് ഭാവിയില്ലാത്തവർ. ഈ ഒരു സൂറത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാവും. ആസിബിൻ വായിൽ സഹമി എന്ന് പറയുന്ന ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ ഈ ആസിബിൻ വായിൽ സഹമി എന്നയാൾ കഅബയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവർ പരസ്പരം കണ്ടുമുട്ടുകയും നാട്ടുകാരെന്ന രീതിയിൽ ചെറുതായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ പോരുന്നു. ആസിബിൻ വായിൽ കഅബയിലേക്ക് ചെല്ലുന്നു. അവിടെ കൂടിയിരുന്ന മക്ക ഖുറൈശി പ്രമുഖന്മാർ ആസിമിനോട് ചോദിക്കുന്നു, ഇജെന്ത് പണിയാണ് കാണിച്ചത്? മുഹമ്മദിനോട് സംസാരിക്കുക, മുഹമ്മദിനോട് ആരെങ്കിലും ഒക്കെ സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആസിബിൻ വായിൽ പറഞ്ഞ ഒരു ഇതുണ്ട്, ആ അബ്തറായ മുഹമ്മദിനോട് സംസാരിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം? മുഹമ്മദിന് അതിന് വാലുണ്ടോ? മുഹമ്മദിന് ഭാവിയുണ്ടോ? മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഒരു പ്രസ്ഥാനം മുഹമ്മദോട് കൂടി തന്നെ അവിടെ അടങ്ങും. കാരണം മുഹമ്മദിന് മക്കളില്ല. ആ കാലത്ത് മക്കളായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സമ്പ്രദായമാണ്. മുഹമ്മദിന് മക്കളില്ല, പിന്നെ എങ്ങനെയാണ് ആ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ദീൻ എങ്ങനെ നിലനിൽക്കും എന്ന് ചോദിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുകയാണ്. ഇത് കേട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ ഒരു മനപ്രയാസത്തിലായി. കാരണം ആ അടുത്താണ് മുത്തുനബിയുടെ ആൺമക്കളെല്ലാം മരണപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ കാസിം, അബ്ദുള്ള, ഇബ്രാഹിം അന്ന് ജനിച്ചിട്ടില്ല. കാസിം, അബ്ദുള്ള എന്നീ 2 കുട്ടികൾ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമായ ഒരു കാര്യം കൂടിയാണിത്. ഇങ്ങനെ ആ മനപ്രയാസത്തിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ ഹബീബിനോട് പറയുകയാണ്, ഇന്നാ അത്വൈനാക്കൽ കൗസർ. അല്ലയോ നബിയെ, നാം അങ്ങക്ക് ഏറ്റവും ധാരാളം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ മോട്ടിവേഷനാണ് നബിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. അത്രത്തോളം ഡിപ്രഷൻ, അത്രത്തോളം മനപ്രയാസത്തിൽ ഇരിക്കുന്ന ഒരാളോട് നബിയെ, നാം അങ്ങക്ക് എല്ലാം നൽകിയിട്ടുണ്ട്, അങ്ങക്ക് നൽകാത്തതായി ഒന്നുമില്ല. കൗസർ, അങ്ങക്ക് നാം എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ കെസ്റത്ത് എന്ന ഒരു വാക്കിന്റെ മസ്തർ, കെസ്റത്ത് എന്ന മസ്തറിൽ നിന്നാണ് കൗസർ എന്ന വാക്ക് വന്നത്. ഇത് ഫൗഅല വസിനാണ്. ഈ ഫൗഅല വസിന്റെ പ്രത്യേകത ധാരാളം എന്ന ആധിക്യ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങക്ക് നാം എല്ലാം നൽകിയിട്ടുണ്ട്. പറഞ്ഞു തീർക്കാത്ത ബുസൂരി ഇമാം പറഞ്ഞിട്ടുണ്ട്, കടലിലെ വെള്ളം മുഴുവൻ മഷിയായി ഉപയോഗിച്ചാലും മുത്തുനബിയുടെ മധുകൾ, മുത്തുനബിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതി തീർക്കാൻ കഴിയില്ല. ഇത്രത്തോളം അനുഗ്രഹങ്ങളാണ് നബി അങ്ങക്ക് നാം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, നബിയെ, നാം അങ്ങക്ക് നൽകിയതിൽ അങ്ങ് നന്ദി കാണിക്കുക. അങ്ങ് ശാരീരികപരമായും സാമ്പത്തികപരമായും നന്ദി കാണിക്കുക. ശാരീരികപരമായി നിസ്കരിച്ചുകൊണ്ടും സാമ്പത്തികപരമായി ബലിയർത്തുകൊണ്ടും നന്ദി കാണിക്കുക. ഈ ഒരു സമയത്ത് നമുക്കൊരു സംശയം തോന്നും, എന്തിനാണ് അള്ളാഹു ഈ ബലിയർക്കുക എന്നൊരു പ്രത്യേക കർമ്മത്തെ ഇവിടെ കൊടുത്തത്? ബലിയർക്ക് അള്ളാഹുവിന് ഹജ്ജ് കൊടുക്കാമായിരുന്നു, സക്കാത്ത് കൊടുക്കാമായിരുന്നു, നോമ്പ് കൊടുക്കാമായിരുന്നു, പിന്നെ അങ്ങനെ എത്രയോ അമലുകൾ. ഇതെല്ലാം കൊടുക്കുന്നതിന് പകരം അള്ളാഹു എന്തുകൊണ്ടാണ് ഇവിടെ ബലികർമ്മം നടത്തിയത്? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹു വളരെയധികം വിശാലമായ ഒരു അത്ഭുതങ്ങളുടെ കലവറയിലേക്കാണ് തുറക്കുന്നത്. നമുക്ക് ഈ കൗസർ എന്ന സൂറത്തിന്റെ ഗണിതപരമായ കുറച്ച് സവിശേഷത നോക്കിയാൽ കാണാം. ഈ സൂറത്തിൽ 3 ആയത്താണ് ഉള്ളത്. ഈ 3 ആയത്തിലായി 10 പദങ്ങളും ഓരോ ആയത്തിലും 10 ഹർഫുകളും. ഈ 3 ആയത്തിൽ ഓരോ ആയത്തിലും 10 ഹർഫുകൾ വീതം വീണ്ടും ആവർത്തിക്കാൻ
ആവർത്തിക്കാതെ വന്ന 10 ഹർഫുകൾ. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഹംസ എന്നത് 10 വട്ടം. റാവ് കൊണ്ട് തുടങ്ങുന്ന, റാവ് കൊണ്ട് അവസാനിക്കുന്ന 10 സൂറത്തുകളാണ് ഉള്ളത്. അതിൽ 10ാമത്തേതാണ് കൗസർ എന്ന സൂറത്ത്. അതോടൊപ്പം റാഗ് എന്നത് അത് അറബി ഭാഷയിലെ 10ാമത്തെ ആൽഫബറ്റ് ആണ്. അങ്ങനെ 10കളുടെ ഒരു കളിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത്. അപ്പോൾ നാം ചിന്തിക്കും, എന്താണ് 10ന്റെ ഈ കാര്യം, എന്തുകൊണ്ടാണ് അള്ളാഹു 10 എന്ന ഒരു സ്പെഷ്യൽ നമ്പർ എടുത്തതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സൂറത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സൂറത്തുൻ നഹർ അഥവാ അറബ് അഥവാ ബലി എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു ബലി കർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു 10 എന്നത് ആക്കിയത്, 10 എന്ന നമ്പർ തിരഞ്ഞെടുത്തത്. എന്താണ് ഈ ബലികർമ്മം? ദുൽഹജ്ജ് 10-ന് നടക്കുന്ന ആ അറബിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ സൂറത്തിന് 10 ധാരാളമായി ഉപയോഗിച്ചത്. ഈ ഒരു ഇതിലൂടെ ഈ ഒരു ഇബ്രാഹിം നബിയുമായി എന്താണ് ഈ ബലികർമ്മം നടക്കുന്നത്? ബലി പെരുന്നാൾ നാം എന്താണ് ചെയ്യുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ത്യാഗോജ്ജലമായ ആ ഒരു ജീവിതത്തെ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം മകനെ ആ കല്ലിൽ വെച്ച് തലയെറുക്കാൻ അള്ളാഹു നൽകിയ കൽപ്പന ഏറ്റവും ത്യാഗത്തോടെ, ഒരു പിതാവിന് ഏറ്റവും വയസ്സായി കിട്ടിയ ഒരു മകനെ എല്ലാ ത്യാഗവും സഹിച്ചുകൊണ്ട് കഴുത്ത് വെട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു പിതാവിനെ മാതൃകയാക്കിക്കൊണ്ടാണ് മുത്തുനബിയോട് പറയുന്നത്, മുത്തുനബിയെ അങ്ങേക്ക് പാഠമുണ്ട്, ഈ ഒരു സൂറത്തിൽ അങ്ങേക്കുള്ള ഉദാഹരണമുണ്ട്. ഇബ്രാഹിം നബിയെ നോക്കൂ, അദ്ദേഹം നാം പറഞ്ഞ കൽപ്പന എല്ലാം സ്വീകരിച്ചു, സ്വന്തം മകനെ വരെ അദ്ദേഹം ത്യാഗം കൊടുക്കാൻ സന്നദ്ധനായി. അങ്ങനെയെങ്കിൽ അങ്ങയുടെ മക്കളെ നാം എടുത്തെങ്കിൽ അങ്ങ് ഇതിന് സഹിക്കുക. അതോടൊപ്പം ഇന്നശാനിയൊക്കെ ഹുവൽ അബ്തർ, അങ്ങയോട് ഏറ്റവും വിദ്വേഷം വെച്ചവൻ ആരാണോ അവനാണ് വാലില്ലാത്തവൻ. നമുക്കറിയാം ഇന്ന് ധാരാളം കബീലകളുണ്ട്, തങ്ങൾ പരമ്പരകളുണ്ട്. മറ്റേ ബുഹാരി ആയാലും ഹൈദ്രൂസി ആയാലും അങ്ങനെ എത്രയോ ധാരാളം തങ്ങൾ പരമ്പരകളുണ്ട്. ഈ തങ്ങൾ പരമ്പരകളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് താൻ എന്ന് പറയുന്നത് അഭിമാനം കൊള്ളുന്ന ആളുകളാണ് ഇവരും. എന്നാൽ മക്കയിലെ ഏറ്റവും പ്രമുഖരും ഏറ്റവും പ്രശസ്തരുമായ, ഒരിക്കലും നശിക്കില്ല എന്ന് കരുതിയ അബൂജഹലും അബൂലഹബും ഈ ആസിഫിനും വായിലടക്കം എത്രത്തോളം പ്രമുഖർ, അവരുടെ മക്കളൊക്കെ എവിടെ? ആരെങ്കിലും വന്ന് പറയുന്നുണ്ട് ഞാൻ ആസിഫിനും വായിലിന്റെ പരമ്പരയിൽപ്പെട്ടാണ്, ഞാൻ അബൂലഹബിന്റെ പരമ്പരയിൽപ്പെട്ടാണ്, ഞാൻ അബൂജഹലിന്റെ പരമ്പരയിൽപ്പെട്ടാണെന്ന് ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നുണ്ടോ? അത് ഒരിക്കലും ഒരു വിശേഷമല്ല. അതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു അവന്റെ ദാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ നബിക്ക് നൽകിയ ആ ഒരു വാക്ക്, ആ ഒരു ആശ്വാസ വാക്ക് ഇന്ന് പുലരുകയാണെന്ന് കാണുന്നത്. അതുപോലെ തന്നെ ഈ കൗസർ എന്ന ഒരു വാക്ക് സ്വീകരിച്ചതിൽ ധാരാളം റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഈ കൗസർ എന്നത് ഹൗദുൽ കൗസർ ഉദ്ദേശിച്ചാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, വേറെ മറ്റ് കാര്യങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റദ്ദ് ചെയ്തുകൊണ്ട് പറയുന്നു, ഈ ഹൗദുൽ കൗസർ അടക്കം, ഹൗദുൽ കൗസർ കൂട്ടി അള്ളാഹുവിന്റെ റസൂലിന് ഇഹലോകത്തും പരലോകത്തും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അതെല്ലാം കൂട്ടിയാണ് അള്ളാഹു ഈ കൗസർ എന്ന് ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സൂറത്തിൽ ധാരാളം മഹത്വങ്ങളുണ്ട്. ഈ സൂറത്ത് പതിവാക്കിയാൽ, ഈ സൂറത്ത് ധാരാളമായി ചൊല്ലിയാൽ ശത്രുക്കളുടെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. അതോടൊപ്പം വിവാഹം പെട്ടെന്ന് നടക്കും, അതുപോലെ തന്നെ ഓർമ്മശക്തി കൂടും. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല എന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിസ്കാരം, അറവ്, ഈ 2 കർമ്മങ്ങൾ ചെയ്യാനാണ് മുത്തുനബിയോട് കൽപ്പനയുണ്ടായത്. ഈ കൽപ്പനയ്ക്ക് കാരണമായി ഈ 2 കൽപ്പനകളാണ് ഖുർആനിൽ പരാമർശിച്ചത്. ഇതിന് കാരണം, നിങ്ങളൊരു കാരണം പറഞ്ഞു ഈ 2 സെലക്ട് ചെയ്യാൻ, മറ്റു വല്ല കാരണങ്ങളും മറ്റു മുഫസ്സിറുകൾ സൂചിപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒന്ന്, സാമ്പത്തികപരമായ കാരണങ്ങൾ നാം പറഞ്ഞു. മനുഷ്യന് 2 രീതിയിലാണ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുക. ഒന്ന് അവന്റെ ശാരീരികപരമായും, ഒന്ന് സാമ്പത്തികപരമായും. പലരും സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ സാമ്പത്തികപരമായി നന്ദി പ്രകടിപ്പിക്കുന്ന അറവ് എന്നൊരു കർമ്മം. പിന്നെ മറ്റൊന്ന്, എല്ലാത്തിലേക്കാളും വലുത് നിസ്കാരമാണ് എന്ന് അള്ളാഹു വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി, അള്ളാഹു മുത്തുനബി അങ്ങ് നിസ്കരിക്കൂ എന്ന് നിസ്കാരത്തിനെ കൂടുതൽ ഊന്നിക്കൊണ്ട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ലിറബ്ബിക വൻഹർ എന്ന് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലത്ത് ലാത്ത, ഉസ്സ എന്നീ വിഗ്രഹങ്ങളുടെ പേരിൽ അറിവുകൾ നടത്തിയിരുന്നു. ആ ഒരു അറിവിനെ അവർക്ക് വേണ്ടിയല്ല, ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നടത്തൂ എന്ന ഒരു ഇതും അള്ളാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.